ചേച്ചി, അമ്മ എവിടെ പോയി? എനിക്കറിയത്തില്ല. രാവിലെ ഏതോ കടയിലൊക്കെ പോണോന്ന് പറഞ്ഞ് നിക്കുന്നുണ്ടായിരുന്നു. ആണോ? എന്നോടൊന്നും പറഞ്ഞില്ല. ഒരു കുടുംബമൊക്കെ ആകുമ്പോ വഴക്കൊക്കെ ഉണ്ടായെന്നിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായ ഉടനെ ഇറങ്ങി ഇങ്ങ് വന്നോളും. ഇവിടെ എല്ലാവർക്കും വെച്ച് വിളമ്പോ ഒരു വേലക്കാരി ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ആർക്കും ആണെങ്കിലും ഇറങ്ങി വരാമല്ലോ. എന്തോ ചേച്ചി, എന്താ ചേച്ചി ഇപ്പൊ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? എടി, നീ ഭർത്താവുമായിട്ട് പിണങ്ങി എത്ര ദിവസം കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? നിനക്കൊരു നാണക്കേടും തോന്നില്ല ഇങ്ങനെ വന്ന് നിൽക്കാൻ? മറ്റുള്ളവരോടൊക്കെ ഞങ്ങളാ മറുപടി പറയുന്നത്. എന്തായാലും കൊള്ളാം, നീ വിളിച്ചോ ഇത്രയും ദിവസമായിട്ട് അയാളെ? ഇന്നലെ ചേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ച് നാളെ എന്നെ കൊണ്ടുപോകാൻ വരുമെന്നാ പറഞ്ഞു. തന്നെ തന്നെ. നിന്നേ, ഇതുകൊണ്ട് എങ്ങോട്ടാ? അമ്മയുടെ ഡ്രസ്സ് അലമാരി കൊണ്ടുവെക്കാൻ തോന്നുന്നു. അതിന് ചോദിക്കാതെയും പറയാതെ അലമാരി തുറക്കണോ? എന്തേ പറയുന്നേ? ഇതെന്റെ അമ്മയുടെ അലമാരിയല്ലേ? അമ്മയുടെ തുണി അലമാരി വെക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് വേണം? ഇത് നിന്റെ അമ്മയുടെ അലമാരി ആയിരിക്കും, പക്ഷെ ഇതിനകത്ത് എന്റെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഉണ്ട്. ഇത്രയും ദിവസം ഈ വീട്ടിൽ എന്ത് സാധനം വെക്കുന്നോ അവിടെ കാണുമായിരുന്നു. ഇപ്പൊ ഒരു സാധനം കാണത്തില്ല. എനിക്കറിയത്തില്ല സത്യം പറഞ്ഞ ഒരു സാധനം എവിടെയാണ്. ചേച്ചി എന്നവിടെ നിന്നേ. എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ ചേച്ചിക്ക് ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ തരുന്നുണ്ട്. അത് ചേച്ചിയായിട്ട് എന്നെ ഇല്ലാതാക്കരുത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ചേച്ചി അതങ്ങ് പറഞ്ഞാൽ മതി. കാണാത്ത കേൾക്കാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ നിന്നെ അല്ല പറഞ്ഞത്. ചേച്ചി, തെറ്റ് എന്റെ ഭാഗത്താ. എന്റെ ചേട്ടന്റെ വീട് എന്റെ അമ്മയുടെ വീട് പോലെ ഞാൻ കരുതി, ചേട്ടത്തെ എന്റെ അമ്മയെ പോലെ. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അമ്മയുടെ സ്ഥാനം ആർക്കും നികത്താൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് തന്നെ പൊക്കോളാം ചേച്ചി.